Welcome to Prep Scale. Here we are continuing with the play Death of a Salesman. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ 3 പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഓതറിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ, മേജർ ക്യാരക്ടേഴ്സ് ഇൻ ദി പ്ലേ ആൻഡ് ദ സെറ്റിംഗ് ഓഫ് ദി പ്ലേ. അത്രയാണ് പാർട്ട് 1 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാർട്ട് 2 നമ്മൾ ആക്ട് 1 വരുന്നത്. പാർട്ട് 3 ആക്ട് 2 റിക്വിയം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതിൽ. അതുപോലെ മേജർ ക്വസ്റ്റ്യൻസും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, now let's go to the plot summary. Act 1. Willie returns home, tired, confused, dark grey business suit, 2 suitcases. അതായത് ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ ആയിട്ടുള്ള വില്ലി ലോമൻ വളരെ ടയേർഡായി, എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് 2 സൂട്ട് കേസും കയ്യിൽ പിടിച്ചുകൊണ്ട് കയറി വരികയാണ് വീട്ടിലേക്ക്, വളരെ ക്ഷീണിച്ച അവശനായിട്ട്. ആ സൂട്ട് കേസ് വളരെ സിംബോളിക്കാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ബേർഡൻ, അദ്ദേഹത്തിൻ്റെ ഒരു ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഹി ഈസ് ക്യാരിയിങ് എ ലോട്ട് ഓഫ് തോട്ട്സ്, ബട്ട് നോ തിങ്കിങ് ഈസ് ഫ്രൂട്ട്ഫുൾ ഫോർ ഹിം. ഓക്കെ, ലിൻഡ തിങ്സ് ദാറ്റ് ഹി ഹാസ് സ്മാഷ്ഡ് ദ കാർ സംവെയർ, ബട്ട് നോട്ട്. അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടിട്ട് അദ്ദേഹം വളരെ ക്ഷീണിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ കാർ എവിടെ പോയി ഇടിച്ച് ബുദ്ധിമുട്ട് എന്തോ ആക്സിഡൻറ്റോ മറ്റോ ഉണ്ടായിട്ടുണ്ടെന്നാണ് ലിൻഡ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലിൻഡ ലോമൻ ഗസ് ചെയ്യുന്നത്. അവളത് പറയുമ്പോൾ വില്ലി ലോമൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ലോങ് ജേർണി ആൻഡ് ഡ്രൈവിംഗ്, സോ എക്സോസ്റ്റഡ്. ലിൻഡ സജസ്റ്റ്സ് വർക്ക് ഇൻ ന്യൂയോർക്ക്. അതായത് നിങ്ങൾ ഒരുപാട് വർഷമായില്ലേ ന്യൂ ഇംഗ്ലണ്ടിൽ തന്നെ പോയിട്ട് വർക്ക് ചെയ്യുന്നു ട്രാവലിംഗ് സെയിൽസ്മാനായിട്ട്. ഇത്രയും വയസ്സായതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ കമ്പനിയുടെ മാനേജറെ കണ്ടിട്ട് ന്യൂ ഇംഗ്ലണ്ടിലേക്ക് ഇനിയും പോയി യാത്ര ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വയ്യ, പകരം ന്യൂയോർക്കിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് തരാൻ പറയൂ, എന്നാൽ നിങ്ങൾക്ക് ഇത്രയും യാത്ര ചെയ്യണ്ടല്ലോ എന്നൊക്കെ ഭാര്യ ഭർത്താവിനോട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഹാപ്പി ദാറ്റ് ബിഫ് ആൻഡ് ഹാപ്പി ആർ ഹോം ടുഗെദർ. ഓക്കെ, അപ്പം ഈ ഒരു ദിവസം, പ്ലേ നടക്കുന്ന ദിവസം, ഹസ്ബൻഡും വൈഫും വളരെ ഹാപ്പിയാണ്. കാരണം അവരുടെ 2 മക്കളും ഒരുമിച്ച് വീട്ടിലുണ്ട്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. വില്ലി കോൾസ് ബിഫ് എ ലേസി ബം ബട്ട് ലേറ്റർ ടേക്സ് ഇറ്റ് ബാക്ക്. കാരണം ഇപ്പോഴും സക്സസ്ഫുൾ ആവാത്തൊരു മകനാണ് ബിഫ്, അതുകൊണ്ട് തന്നെ അവനൊരു ലേസി ബം ആണെന്നാണ് വില്ലി ലോമൻ പറയുന്നത്. പക്ഷേ പിന്നീട് അങ്ങനെ വിളിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അതായത് വില്ലി ലോമൻ്റെ ഭാര്യ ലിൻഡ അതിലിടപെടുന്ന സമയത്ത് അത് തിരിച്ചെടുക്കുന്നുണ്ട് ആ പറഞ്ഞ കാര്യം. ലിൻഡ റിമൈൻസ് വില്ലി നോട്ട് ടു ലൂസ് ഹിസ് ടെമ്പർ അറൗണ്ട് ബീഫ്. മകനോട് ദേഷ്യം പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, ശാന്തമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം 2 മക്കളും ഒരുമിച്ച് വളരെ അപൂർവമായിട്ട് വീട്ടിലുണ്ടാവാറുള്ളൂ. അപ്പോൾ വീട്ടിലുള്ള ദിവസം വെറുതെ ഒരു റോങ് സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, so that is why Linda is managing all these members, the 2 children and her husband, very well. Willie thinks Biff has still resentment towards him. പക്ഷേ വില്ലിക്കുള്ള ഒരു കംപ്ലൈൻറ്റ് എന്താണ്? ബിഫിന് ഇപ്പോഴും എന്നോട് വെറുപ്പാണ്. ഓക്കെ, എന്നൊരു കോംപ്ലക്സ് വില്ലി ലോമൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണവുമുണ്ട്. ഓക്കെ, കാരണം വില്ലി ലോമന് മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള പരസ്ത്രീ ബന്ധം അത് മകൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ മകൻ അച്ഛനോട് എത്ര സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായിക്കൊള്ളുന്നില്ല. കാരണം ഹിസ് ഫാദർ ഈസ് എ ചീറ്റ് എന്നുള്ള കാര്യം മകന് വ്യക്തമായിട്ട് അറിയാം. ലിൻഡ കൺസോൾസ് ഹിം സെയിങ് ദാറ്റ് ദ സൺസ് അഡ്മയർ ദെയർ ഫാദർ. വില്ലി സെയ്സ് ബിഫ് ആൻഡ് ഹാപ്പി വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ലേറ്റർ ആസ് എഡിസൺ ആൻഡ് BF ഗുഡ്റിച്ച്. ഓക്കെ, നമ്മുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള എഡിസനെ പോലെയും BF ഗുഡ്റിച്ചിനെ പോലെയൊക്കെ അവരൊക്കെ വളരെ ലേറ്റ് ആയിട്ടുള്ള ഏജിലാണ് ശാസ്ത്രജ്ഞരായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. അതുപോലെ നമ്മുടെ മക്കളും ഇപ്പോൾ അവർ സക്സസ്ഫുൾ ആയില്ല, ഓക്കെ വിട്ടേക്ക്, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവർ ദേ വിൽ ഫൈൻഡ് ദെയർ ഓൺ വേ എന്ന രീതിയിൽ വില്ലിയും ആശ്വസിക്കുകയാണ്. ബിഫ് ആൻഡ് ഹാപ്പി ഡിസ്കസ് ഹാപ്പീസ് ഫസ്റ്റ് ടൈം വിത്ത് എ ഗേൾ നെയ്മഡ് ബെറ്റ്സി. ഞാൻ പറഞ്ഞു അച്ഛനെ പോലെ തന്നെ 2 മക്കളും സ്ത്രീകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ബോത്ത് ദീസ് ബ്രദേഴ്സ് ആർ ഡിസ്കസിങ് ദ ടൈം ദേ സ്പെൻഡ് വിത്ത് ഗേൾസ്. അതിൽ ഹാപ്പി ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ കൂടെ പ്രൈവറ്റ് ടൈം സ്പെൻഡ് ചെയ്ത ഒരു അനുഭവം പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ പേരാണ് ബെറ്റ്സി. ബോത്ത് ബിഫ് ആൻഡ് ഹാപ്പി ആർ ഇമ്മെച്യൂർഡ്, trapped in their adolescence. Their names are childlike,
ബിഫ് എന്നുള്ള പേരും ഹാപ്പി എന്നുള്ള പേരും തന്നെ കാണിക്കുന്നത് അവരുടെ നേച്ചറിനെ കാണിക്കുന്നുണ്ട്. രണ്ട് പേരും ഇമ്മച്വേർഡാണ്. കാരണം അവരുടെ ഒരു വ്യക്തിത്വ വികാസത്തിന് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യം പ്രൊവൈഡ് ചെയ്യാൻ അച്ഛന് സാധിച്ചിട്ടില്ല. അച്ഛൻ അവരെ എപ്പോഴും ഒരു അമേരിക്കൻ ഡ്രീമിൽ ജീവിക്കുന്ന ഒരാളാണ് ആര്? വില്ലി ലോമൻ. വാട്ട് ഈസ് അമേരിക്കൻ ഡ്രീം? നല്ല ചാമിങ്, നല്ല സ്മാർട്ടായിട്ടുള്ള അപ്പിയറൻസ് മാത്രം മതി ടു ബിക്കം സക്സസ്ഫുൾ എന്നാണ് മകനെ അല്ലെങ്കിൽ മക്കളെ വില്ലി ലോമൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ സാഹചര്യമൊക്കെ എന്നോ മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ആഫ്റ്റർ ദ World War or after the Great Depression, all these situations changed. But our Willy Loman did not realize that. He still thinks that his children are very smart and so charming to look at, so they are going to be successful. Okay. അങ്ങനെ ആ ഒരു ഇമാജിനേഷനിൽ അമേരിക്കൻ ഡ്രീമിൽ ജീവിക്കുന്ന ഒരാളാണ് ഇവരുടെ അച്ഛനായിട്ടുള്ള വില്ലി ലോമൻ തന്നെ. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളുടെ ഒരു വ്യക്തിത്വ വികാസത്തിനും ഒരു മെച്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ മക്കളെ വളർത്താനും വില്ലി ലോമന് കഴിയാതെ പോയി. ദേ ഡിസ്കസ് അബൌട്ട് ദെയർ ഫാദർ. ഓക്കെ, രണ്ട് മക്കളും അച്ഛനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ദേ തിങ്ക് ഹിസ് കണ്ടീഷൻ ഈസ് ഡിറ്റോറിയറേറ്റിംഗ്. ബിഫ് വണ്ടേഴ്സ് വൈ വില്ലി മോക്സ് ഹിം ഓൾവേസ്. ഹാപ്പി സേസ് ഇറ്റ് ഈസ് ജസ്റ്റ് ടു മേക്ക് ഹിം ഗുഡ്. അപ്പോൾ ബിഫിന് ഒരു തോന്നലുണ്ട് എപ്പോഴും അച്ഛൻ അവനെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഹാപ്പി അവനെ ആശ്വസിപ്പിക്കുകയാണ്, അത് നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് വിട്ടേക്ക്, അച്ഛനല്ലേ എന്നും പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ബിഫ് ഫയേർഡ് ഫ്രം 20 or 30 ജോബ്സ് സിൻസ് ഹി ലെഫ്റ്റ് ഹോം. അത് ബിഫ് തന്നെ പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, 20-30 കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ ജോലികളിൽ നിന്നും അവനെ പിരിച്ചു വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവന് വീട് വിട്ട് പോയതിന് ശേഷം. കാരണം ബിഫിനൊരു വീക്ക്നെസ് ഉണ്ട്. ക്ലെപ്റ്റോമാനിയാക്കാണ് ബിഫ്. ക്ലെപ്റ്റോമാനിയ എന്താ? ഒരു ടെൻഡൻസി ടു സ്റ്റീൽ, മോഷ്ടിക്കാനുള്ളൊരു പ്രവണത. അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉള്ള ഒരാളാണ് ആര്? ബിഫ്. അതുകൊണ്ടും മറ്റ് ചില കൈതിരിപ്പുകളും കാരണം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ആളാണ് ആര്? ബിഫ് ലോമൻ. ഹേർഡിങ് കാറ്റിൽ അറ്റ് നെബ്രാസ്ക ആൻഡ് ഡക്കോട്ടാസ് ഫോർ $28 a week. അങ്ങനെ വീട് വിട്ടു പോയതിനു ശേഷം പല ജോലികളിൽ നിന്നും പിരിച്ചുവിടപ്പെടുന്നു. അങ്ങനെ കന്നുകാലി മേയ്ക്കുന്ന ജോലികൾ പോലും അവൻ ചെയ്തിട്ടുണ്ട്, നെബ്രാസ്കയിലും ഡക്കോത്താസിലുമൊക്കെ. അതും ആഴ്ചയിൽ വെറും $28. ഹാപ്പി സെയ്സ് he has a car, apartment, plenty of women, but still unhappy. ഓക്കെ, അപ്പോൾ ഹാപ്പി അവൻ്റെ ബ്രദറിൻ്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവന് സ്വന്തമായിട്ട് കാറുണ്ട്, അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട്. പക്ഷേ ഇപ്പോഴും അവന് ഹാപ്പി ആയിരിക്കാൻ പറ്റിയിട്ടില്ല. അവൻ്റെ പേര് ഹാപ്പിയാണ്, പക്ഷേ he is unhappy. Happy would not take orders from anyone physically inferior to him. കാരണം അവൻ്റെ വിചാരം അവൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് അതാണ് അവൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് അവൻ്റെ വിചാരം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവനേക്കാളും ഫിസിക്കലി വീക്കായിട്ടുള്ള ആൾക്കാരിൽ നിന്നും, അല്ലെങ്കിൽ അവൻ വിചാരിക്കുകയാണ് അവനേക്കാളും ഇൻഫീരിയർ ആണ് മറ്റൊരാളെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഓർഡേഴ്സും ഇവൻ സ്വീകരിക്കാൻ തയ്യാറല്ല. ഓക്കെ, ഹി ഹാസ് എ കൈൻഡ് ഓഫ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ടു ഹാപ്പി ബോഡി മാറ്റേഴ്സ് ദാൻ ഇൻ്റലിജൻസ്. അതുതന്നെയാണ് ഹാപ്പിയുടെ അച്ഛൻ്റെയും ഒരു പ്രശ്നം. ഓക്കെ, ഓൺലി അപ്പിയറൻസ് മാറ്റേഴ്സ്. ഇറ്റ്സ് നോട്ട് യുവർ ഹാർഡ് വർക്ക്, ഇറ്റ്സ് നോട്ട് യുവർ ഇൻ്റലിജൻസ്, ഇറ്റ്സ് ഓൺലി യുവർ അപ്പിയറൻസ് ദാറ്റ് മാറ്റേഴ്സ്. ദാറ്റ് ഈസ് ദ unrealistic notion of Willy Loman. Happy has no respect for women he seduces, imitating his father. ഓക്കെ, അപ്പോൾ അച്ഛനെ പോലെ തന്നെ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ഒരാളും കൂടിയാണ് ആര്? ഹാപ്പി. ബട്ട് ഹി വാണ്ട്സ് എ വുമൻ വിത്ത് ഹിസ് മദേഴ്സ് ക്യാരക്ടർ ബിക്കോസ് ലിൻഡ ലോമൻ ഈസ് വെരി സബ്മിസീവ്. അപ്പോൾ ഹാപ്പി ഏതൊക്കെ പെൺകുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ആ പെൺകുട്ടികളോടൊന്ന് മാന്യമായിട്ടും മര്യാദയോടെയും പെരുമാറാൻ അവന് തയ്യാറല്ല. ഓക്കെ, ഹി എക്സ്പ്ലോയിറ്റ്സ് ദോസ് ഗേൾസ്. പക്ഷേ അവൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്ന പെൺകുട്ടി അവൻ്റെ അമ്മയെപ്പോലെ നല്ല അടക്കവും ഒതുക്കവും ഉള്ള ഒരു സബ്മിസീവായിട്ടുള്ള കുട്ടി ആവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിഫ് തിങ്സ് ഓഫ് വർക്കിംഗ് ഫോർ ബിൽ ഒലിവ, ഫോർ whom he had worked in the past, but quit before getting fired for stealing basketball from him. അപ്പോൾ മുമ്പ് ബിൽ ഒലിവറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു ആര്? ബിഫ്. പക്ഷേ
അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിൽ ഒലിവറിൻ്റെ ബാസ്ക്കറ്റ് ബോൾ മോഷ്ടിച്ചു. അത് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്ന ആളാണ് ഒരു ബിഫ് ലോമൻ. ഓക്കെ, സോ ബിഫ് ഈസ് ക്ലെപ്റ്റോമാനിയാക് ആൻഡ് ഹാപ്പി ഈസ് ഹാവിങ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ഇനി ഒരു ഫ്ലാഷ് ബാക്കാണ്. വി ആർ ടേക്കൺ ടു the 1920s. Okay, so at that time both Biff and Happy are teenage boys. Willie reminds Biff not to give promise to girls. He is too young for that. Okay, അപ്പോൾ ആ ടീനേജ് പ്രായത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ബിഫിനും ഹാപ്പിക്കും ഒക്കെ ചില റൊമാൻറ്റിക് അഫെയർസ് വിത്ത് ഗേൾസ്. സോ ദിയർ ഫാദർ വില്ലി ലോമൻ റിമൈൻഡ്സ് ദെം ദാറ്റ് you are too small to give promise to girls. Okay, you are not matured enough. Biff shows Willie a football taken from the locker room. ആ സമയത്താണ് എന്ത്, ബിഫ് ഒരു ഫുട്ബോൾ എടുത്തിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത്. അവനെ എവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. Willie says Charlie is liked but not well liked. And one day Willie will be well liked. He boasts of himself as a successful salesman in New England, meeting the mayor of Providence, and he says he knows finest people in New England. Okay, അപ്പോൾ ഇവരുടെ സംസാരത്തിൽ അവരുടെ അക്വൈൻറ്റൻസ് ആയിട്ടുള്ള നൈബറായിട്ടുള്ള ചാർലിയുടെ ഒരു കാര്യം കൂടി കടന്നു വരികയാണ്. അപ്പോൾ ചാർലിയെക്കുറിച്ച് മക്കളോട് വില്ലി ലോമൻ തന്നെ പറയുകയാണെന്ത്, ചാർലി ഈസ് ലൈക്ഡ് ബട്ട് നോട്ട് വെൽ ലൈക്ഡ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ലൈക്ഡ് ആൻഡ് വാട്ട് ഈസ് വെൽ ലൈക്ഡ്? ആളുകൾക്ക് ചാർലിയെ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങളങ്ങനെ വെറുതെ ലൈക്ഡ് ആയാൽ പോരാ, യു ഷുഡ് ബി വെൽ ലൈക്ഡ്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ, അത്രയും ചാമിങ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അതാണ് വില്ലി ലോമൻ മക്കളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റൊരാളുടെ പോസിറ്റീവിനെ അഗ്രി ചെയ്യാൻ, അത് സമ്മതിച്ച് കൊടുക്കാൻ, അഡ്മിറ്റ് ചെയ്യാൻ നമ്മുടെ വില്ലി ലോമന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഹീ ഈസ് നോട്ട് സക്സസ്ഫുൾ, സോ ഹി ഡസ് നോട്ട് അഡ്മിറ്റ് the success of other people, okay, because of his ego. So Willie says that Charlie is liked but not well liked, and one day Willie will be well liked. He boasts of himself as a successful salesman in New England, meeting the mayor of Providence, and he says he knows finest people in New England. അങ്ങനെ അവൻ സ്വയം പൊക്കി പറയുകയാണെന്ത്, ന്യൂ ഇംഗ്ലണ്ടിലെ എല്ലാ ആളുകളും എൻ്റെ പരിചയക്കാരാണ്, പ്രോവിഡൻസിലെ മേയർ പോലും എൻ്റെ പരിചയക്കാരനാണ് എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബന്ധങ്ങളുണ്ട് എന്നൊക്കെ ഇവന് സ്വയം അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വില്ലി ലോമൻ. നൗ അച്ഛനും മക്കളും തമ്മിലുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ആര് വരുന്നു? ചാർലിയുടെ മകനായിട്ടുള്ള ബേർണാഡ് വരുന്നു. ബേർണാഡ് എൻറ്റേഴ്സ് മാത്സ് ക്ലാസ് ടു ബിഫ്. അപ്പം ബേർണാഡ് വന്നതെന്താണ്, ബിഫ് മാത്സിൽ വളരെ വീക്കാണ്, അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിൽ ഒരുപക്ഷെ ബിഫ് പരാജയപ്പെടാൻ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബിഫിന് കുറച്ച് മാത്സ് ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബേർണാഡ് വരുന്നത്. ബട്ട് വില്ലി ആസ്ക്സ് ഹിം ടു ലീവ്. പക്ഷേ ബേർണാഡ് ഒരു ചാർലിയുടെ മകനായതുകൊണ്ടും വില്ലിയുടെ മക്കളെക്കാളേറെ പഠനത്തിൽ കുറച്ചൊരു ഉഷാറ് കാണിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് ഒക്കെ തന്നെ അവനെ അംഗീകരിക്കാനൊന്നും വില്ലി ലോമൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, so Willie asks him to leave. Willie says Bernard is liked but not well liked. അവൻ്റെ ബെർണാഡിൻ്റെ അച്ഛനാണ് ചാർലി. ചാർലിയെക്കുറിച്ച് പറഞ്ഞ അതേ കമൻറ്റ് തന്നെ ചാർലിയുടെ മകനെക്കുറിച്ചും വില്ലി ലോമൻ പറയുകയാണ്. He may be good at school but not in business where personality matters. Okay, his sons will excel in business. അപ്പോൾ ബെർണാഡ് ഒരു പക്ഷേ പഠനത്തിൽ സ്കൂളിലൊക്കെ നല്ല എക്സലൻ്റ് ആയിരിക്കാം, പക്ഷേ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവൻ പോരാ. പക്ഷേ എൻ്റെ മക്കൾ, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും, യു വിൽ ബി എക്സലൻ്റ് ഇൻ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു യു ആർ ഗോയിങ് ടു ബി സക്സസ്ഫുൾ എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് ഈ മക്കളെ വളർത്തുന്ന ഒരാളാണ് വില്ലി ലോമൻ. ഒട്ടും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാൻ മക്കളെ അദ്ദേഹം പ്രേരിപ്പിക്കുന്നേയില്ല. ഓക്കെ, ലിൻഡ എൻഡേഴ്സ്. വില്ലി ഈസ് വറീഡ്. പീപ്പിൾ ഡോണ്ട് റെസ്പെക്റ്റ് ഹിം ബട്ട് ചാർലി ഈസ് റെസ്പെക്റ്റഡ്. ലിൻഡ സെയ്സ് പീപ്പിൾ ഡു റെസ്പെക്റ്റ് ഹിം എസ്പെഷ്യലി ഹിസ് സൺസ്. അങ്ങനെ ലിൻഡയുമായിട്ട് വലിയൊരു കോൺവെർസേഷനിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ വില്ലി പറയുന്ന കാര്യം ഇതാണ്, എന്നെ ഇപ്പോൾ ആളുകളൊന്നും അത്ര മൈൻഡ് ചെയ്യുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ലിൻഡ വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, പീപ്പിൾ ഡു റെസ്പെക്റ്റ് യു,
Especially your sons admire you very much. Again, there is a flashback to the 1928. Flashback, hotel room in Boston. Miss Francis wearing a scarf. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വില്ലി ലോമന് മറ്റൊരു സ്ത്രീയുമായിട്ട് രഹസ്യബന്ധമുണ്ട്. അങ്ങനെ വില്ലി ലോമൻ ഒരു പെണ്ണുമായിട്ട് നടത്തുന്ന ഒരു രഹസ്യ കൂടിക്കാഴ്ചയുടെ ഒരു രംഗമാണ് ഇവിടെ പറയുന്നത്. ആ സ്ത്രീയുടെ പേരാണ് മിസ് ഫ്രാൻസിസ്. ആൻഡ് ഇൻ എ hotel room in Boston, Miss Francis is there, Willy Loman is there, and Miss Francis is wearing a scarf. Willy says he feels lonely and worried about his business. Miss Francis says she picked him because of his humor sense. അങ്ങനെ ഈ സ്ത്രീയും വില്ലി ലോമനും തമ്മിൽ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലി ലോമൻ അവൻ വീണ്ടും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഐ എം ഗെറ്റിംഗ് ടു ടയേർഡ്, ബിസിനസ് വളരെ വീക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കോൺവെർസേഷനിൽ ഇവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് എന്നെ പിക്ക് ചെയ്യുന്നു? കാരണം മിസ് ഫ്രാൻസിസ് ഇസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ദെൻ വൈ ഡിഡ് യു അക്സെപ്റ്റ് മീ ആസ് യുവർ കസ്റ്റമർ എന്ന് വില്ലി ലോമൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ബിക്കോസ് ഓഫ് യുവർ ഹ്യൂമർ സെൻസ്. വില്ലി പ്രോമിസസ് ടു മീറ്റ് ഹെർ നെക്സ്റ്റ് ടൈം വെൻ ഹീ കംസ് ടു ബോസ്റ്റൺ. പാസ്റ്റ്. അപ്പോൾ ആ സീനോടെ കഴിഞ്ഞു. വീണ്ടും വില്ലി ഈസ് ഇൻ ദ കിച്ചൺ സ്കോൾഡിങ് ലിൻഡ ഫോർ മെൻഡിങ് ഹർ സ്റ്റോക്കിങ്സ്. അപ്പോൾ ഈ ഒരു സീനിൽ ലിൻഡ ലോമൻ ഭർത്താവിനോട് കൂടുതലൊന്നും ഡിമാൻഡിങ് വെക്കാത്ത ഒരാളാണ്. അപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ തന്നെ വീണ്ടും വീണ്ടും റിപ്പയർ ചെയ്തും തുന്നി കൂട്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ലിൻഡ ലോമൻ. ദാറ്റ് ഇസ് വൈ, അതുകൊണ്ടാണ് മക്കൾക്കും തന്നെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്ന പെൺകുട്ടികൾ അവരുടെ അമ്മയെപ്പോലെ ആണെന്ന് വിചാരിക്കാനുള്ള കാരണം എന്താ? കാരണം ഇതാണ്. കാരണം ലിൻഡ ഈസ് വെരി സബ്മിസീവ്, വെരി ലോയൽ, വെരി സോഫ്റ്റ് കൈൻഡ് ഓഫ് എ വുമൺ. ഓക്കെ, സോ ലിൻഡ ഈസ് മെൻഡിങ് മീൻസ് റിപ്പയറിങ് ഹെർ സ്റ്റോക്കിങ്സ്. അത് കണ്ടിട്ട് വില്ലി ലോമൻ അവളെ സ്കോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ബിക്കോസ് ദിസ് സൈറ്റ് മേക്സ് ഹിം ഫീൽ ഗിൽറ്റി ആൻഡ് ആംഗ്രി. കാരണം മിസ് ഫ്രാൻസിസിൻ്റെ കൂടെ വില്ലി ലോമൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എത്രയോ പൈസ ആ സ്ത്രീക്ക് വേണ്ടി ഇവൻ ചെലവഴിക്കുന്നുണ്ട്. സ്വന്തം ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ക്യാഷ് മറ്റ് പല സ്ത്രീകൾക്ക് വേണ്ടി വില്ലി ലോമൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഇവൻ ഓർമ്മ വരുന്നത് എപ്പോഴാണ്? ഈ ഒരു കീറിപ്പാറിയ സ്റ്റോക്കിങ്സ് ഇവൻ്റെ ഭാര്യ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തുന്നിക്കൂട്ടുണ്ടാക്കുന്നത് കാണുമ്പോൾ അവൻ ആ ഉള്ളിലുള്ള ആ കുറ്റബോധം ഇങ്ങനെ ഉണരുന്നുണ്ട്. ഓക്കെ, ആ കുറ്റബോധം ഇവനെ വല്ലാതെ അലട്ടുന്നതുകൊണ്ടാണ് എന്താ അവന് ഭാര്യയോട് ദേഷ്യപ്പെടുന്നത്. അപ്പോഴും ആ തെറ്റ് തിരുത്താനോ ആ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള തെറ്റായ ബന്ധങ്ങൾ അവസാനിപ്പിക്കാനോ ആ പൈസ കൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ ഇവൻ വില്ലിങ് ആവുന്നില്ല. ഇൻസ്റ്റെഡ് അവൻ്റെ കുറ്റബോധം കാരണം ഇവൻ വീണ്ടും ഭാര്യയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓൺ ദ പോർച്ച്, വില്ലി ആസ്ക്സ് ബെർണാഡ് ടു ഗിവ് ആൻസേഴ്സ് ടു ബിഫ് ഇൻ ദ റീജൻറ്റ് എക്സാം, ബട്ട് ബെർണാഡ് സേസ് ഹി കാൺഡ് ആസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ലെവൽ എക്സാം. ഇഫ് കോട്ട് ഹി വിൽ ബി പണിഷ്ഡ്. ഓക്കെ, അപ്പോൾ പോർച്ചിൽ നടക്കുന്ന എന്താണ്? അവിടെ വീണ്ടും ബെർണാഡ് വന്നിട്ടുണ്ട്. ബെർണാഡിനോട് വില്ലി പറയുകയാണെന്ത്, എക്സാമിന് നീ എന്ത് ചെയ്യണം? ബിഫിന് ആൻസർ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് മാത്സിലൊക്കെ ബിഫ് വളരെ വീക്കാണെന്ന് പറഞ്ഞല്ലോ, ആൻസർ പറഞ്ഞു കൊടുക്കണം, എന്നാലേ അവൻ പാസ്സാവുള്ളൂ. പക്ഷേ ബെർണാഡ് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാമാണ്, അങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അഥവാ പിടിക്കപ്പെട്ടാലും എന്ത് ചെയ്യും? അത് ബെർണാഡിന് തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഹി വിൽ ബി പണിഷ്ഡ്. ലിൻഡ സേസ് വില്ലി ദാറ്റ് ബിഫ് ഈസ് ടു റഫ് വിത്ത് ഗേൾസ്. ബെർണാഡ് ടു വില്ലി, ബിഫ് ഡ്രൈവ്സ് വിത്തൗട്ട് എ ലൈസൻസ് ആൻഡ് വിൽ ഫെയിൽ ഇൻ മാത്സ്. അപ്പോൾ ബെർണാഡിനും തന്നെ വില്ലിയെക്കുറിച്ച് ബിഫിനെക്കുറിച്ച് പല കൺസേൺസും ഉണ്ട്. അവർ പറയുന്നത് ഒന്ന് ഇതാണ്, വളരെ ലൈസൻസ് ഇല്ലാതെ വളരെ റഫായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ബിഫ്. മാത്രമല്ല മാത്സിൽ വളരെ വീക്കാണ്. ഹി ഈസ് ഗോയിങ് ടു ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ്. Willie screams at Linda that there is nothing wrong with Biff and asks if she wants him to be a worm like Bernard. ഓക്കെ, അപ്പോഴും സ്വന്തം മകൻ്റെ വീഴ്ചകളെ അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനെ കുറിച്ച് ചൂണ്ടിക്കാട്ടുന്ന എല്ലാ ആളുകളോടും വില്ലി ലോമന് ദേഷ്യമാണ്. ഓക്കെ, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ലിൻഡയാവട്ടെ ബെർണാഡ് ആവട്ടെ ഒരിക്കലും വില്ലി സ്വന്തം മക്കളുടെ നെഗറ്റീവ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദേ ആർ ഗോയിങ് ടു ബി വെരി മച്ച് സക്സസ്ഫുൾ എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വില്ലി ചെയ്യാറുള്ളത്. ലിൻഡ ഈസ് ഇൻ ടിയേഴ്സ്. ഷീ എക്സിറ്റ്സ് ദ സീൻ. അഗെയിൻ കമ്മിങ് ടു ദ പ്രസൻറ്റ്, വില്ലി സേസ് ടു ഹാപ്പി ഹൗ ഹീ നിയർലി ഹിറ്റ് എ കിഡ് അറ്റ് യാങ്കേഴ്സ്. അങ്ങനെ ഡ്രൈവ്
ട്രാവലിംഗ് സെയിൽസ്മാൻ ആയതുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് യാങ്കേഴ്സിൽ വെച്ചിട്ട് ഏകദേശം ഒരു കുട്ടിയെ ഞാൻ ഇത് കാർ എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു കാർ എടുക്കുന്നൊരവസ്ഥയിൽ വരെ എത്തി എന്നുള്ള കാര്യമൊക്കെ ഹാപ്പി എന്ന് പറയുന്ന മകനോട് വില്ലി ലോമൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. വില്ലി വണ്ടേഴ്സ് വൈ ഹി ഡി നോട്ട് ഗോ ടു അലാസ്ക വിത്ത് ഹിസ് ബ്രദർ ബെൻ. ഓക്കെ, വില്ലി സ്വയം തന്നെ ചോദിക്കുകയാണ്, എൻ്റെ ബ്രദറായിട്ടുള്ള ബെൻ അലാസ്കയിലേക്ക് പോയി വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് തിരിച്ചു വന്നത്, എന്തുകൊണ്ട് എനിക്കന്ന് പോകാൻ തോന്നിയില്ല? വൈ ഡിഡ്ന്റ് ഐ ഗോ ടു അലാസ്ക? അറ്റ് ദാറ്റ് ടൈം ചാർലി എൻറ്റേഴ്സ്. ചാർലി ആൻഡ് വില്ലി പ്ലേ കാർഡ്സ്. ചാർലി ഓഫേഴ്സ് വില്ലി എ ജോബ് ദാറ്റ് വില്ലി ഡിക്ലൈൻസ് ആൻഡ് ഫീൽസ് ഇൻസൾട്ടഡ്. അപ്പോൾ നല്ല ഉദ്ദേശത്തോടെയാണ് വില്ലിയുടെ കൂട്ടുകാരനായിട്ടുള്ള ചാർലി വില്ലിക്കൊരു ജോബ് ഓഫർ ചെയ്യുന്നത്. ആ ജോലി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വില്ലിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല. പക്ഷേ കൂട്ടുകാരൻ കൊടുക്കുന്ന ജോലി അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിയുടെ ഈഗോ സമ്മതിക്കുന്നില്ല. മാത്രമല്ല അങ്ങനെ ജോലി ഓഫർ ചെയ്യുന്നത് പോലും ഒരു ഇൻസൾട്ടായിട്ടാണ് വില്ലിക്ക് ഫീൽ ചെയ്യുന്നത്. ദേ ആർഗ്യൂ ടു ഈച്ച് അതർ. വില്ലി ടെൽസ് ചാർലി ദാറ്റ് ബെൻ died several weeks ago in Africa. അങ്ങനെ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് ആഴ്ചകൾക്ക് മുമ്പ് അവൻ്റെ ബ്രദർ, വില്ലിയുടെ ബ്രദറായിട്ടുള്ള ബെൻ മരിച്ചു പോയ കാര്യം ചാർലിയോട് പറയുന്നുണ്ട്. വില്ലീസ് ഹാലൂസിനേഷൻസ്. ബെൻ എൻറ്റേഴ്സ് ക്യാരിയിങ് എ സൂട്ട് കേസ് ആൻഡ് ആൻ അംബ്രല. ഹി ഈസ് ടോക്കിംഗ് ടു വില്ലി. അങ്ങനെ വില്ലിക്കൊരു ഹാലൂസിനേഷൻ ഉണ്ടാവും. എന്താണ് ഹാലൂസിനേഷൻ? അത് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ ഒരു കഥാപാത്രത്തിന് ഇങ്ങനെ തോന്നുക. ഇവിടെ വില്ലി ലോമന് തോന്നുകയാണ് എന്ത്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ബ്രദറായിരുന്ന മരിച്ചു പോയ ബെന്ന് വീണ്ടും എപ്പിയർ ചെയ്ത പോലെ. ഓക്കെ, 2 സൂട്ട് കേസും പിടിച്ചുകൊണ്ട്, 2 അല്ല, ഒരു സൂട്ട് കേസും ഒരു അംബ്രലയും പിടിച്ചുകൊണ്ട് ബെൻ എന്ന് പറയുന്ന അവൻ്റെ ബ്രദർ എപ്പിയർ ചെയ്ത പോലെ ഇവന് ഫീൽ ചെയ്യാണ് വില്ലി ലോമന്. സോ വില്ലി ലോമൻ ഈസ് ടോക്കിംഗ് ടു ഹിസ് ബ്രദർ ബെൻ. അത് കാണുമ്പോൾ തൊട്ടടുത്തായിരിക്കുന്നുണ്ട് വില്ലിയുടെ കൂട്ടുകാരനായിട്ടുള്ള ചാർലി ഇരിക്കുന്നുണ്ട്. സോ ചാർലി ഗെറ്റ്സ് സോ ഷോക്ക്ഡ്. കാരണം ചാർലി കാണുന്നത് എന്താണ്? വില്ലി ലോമൻ ആരോടോ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, സോ ചാർലി unnerved by Willy's strange behavior leaves the scene. Again past. Willy introduces his sons to Ben, a great man. അങ്ങനെ ബെന്നിന് വില്ലി ലോമൻ സ്വന്തം മക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ബെൻ ബോസ്റ്റ്സ് ഓഫ് ഹിസ് ഫാദർ ആസ് എ ഗ്രേറ്റ് മാൻ ആൻഡ് ഇൻവെൻറ്റർ. അങ്ങനെ ബെന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് വില്ലിയോട്. ഓക്കെ, പക്ഷേ ഞാൻ ഓർക്കണം, ബെൻ ഒരിക്കലും ഫിസിക്കലി എപ്പിയർ ചെയ്യുന്നില്ല. അത് ഇവൻ്റെ ഇമാജിനേഷനിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഓക്കെ, വില്ലി ലോമൻ്റെ ഇമാജിനേഷനിൽ മാത്രമേ ബെൻ എപ്പിയർ ചെയ്യുന്നുള്ളൂ. സോ ബെൻ ഈസ് ബോസ്റ്റിംഗ് ഓഫ് ഹിസ് ഫാദർ ആസ് എ ഗ്രേറ്റ് മാൻ ആൻഡ് ഇൻവെൻറ്റർ. ചാർലി റിപ്രിമാൻഡ്സ് വില്ലി ഫോർ ലെറ്റിംഗ് ഹിസ് സൺ സ്റ്റീൽ ഫ്രം ദി നിയർ ബൈ കൺസ്ട്രക്ഷൻ സൈറ്റ്. അങ്ങനെ അടുത്തുള്ള ഏതോ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും എന്തോ മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് ചാർലി എന്ത് ചെയ്യുന്നുണ്ട്, ബിഫിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വില്ലി എന്ത് ചെയ്യുന്നില്ല, മകനെ ഒന്ന് തെറ്റിത്തിരുത്താനൊന്നും വില്ലി തയ്യാറാവുന്നില്ല. ബട്ട് വില്ലി സേസ് ഹി ഹാസ് എ കപ്പിൾ ഓഫ് ഫിയർലെസ് ക്യാരക്ടേഴ്സ്. എൻ്റെ മകനല്ലേ, അവനാകെ ചെയ്യും, അവന് കുറച്ച് അത്ര വലിയ പേടിത്തൊണ്ടനൊന്നുമല്ല എന്ന രീതിയിൽ ആണ് സംസാരിക്കുന്നത്. ചാർലി റിപ്ലൈസ്, ദ ജയിൽസ് ആർ ഫുൾ ഓഫ് ഫിയർലെസ് ക്യാരക്ടേഴ്സ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നിൻ്റെ മോന് ജയിലിൽ കിടക്കേണ്ടി വരും. ഓക്കെ, എന്നൊരു ഡയലോഗാണ് ചാർലി മറുപടി ആയിട്ട് കൊടുക്കുന്നത്. വീണ്ടും പ്രസൻറ്റ്. വില്ലി വണ്ടേഴ്സ് വാട്ട് ഹീ ഡിഡ് വിത്ത് ദ ഡയമണ്ട് ഗിവൺ ടു ഹിം ബൈ ബെൻ. അപ്പോൾ ബെന്ന് വളരെ സക്സസ്ഫുള്ളായിട്ട് ആഫ്രിക്കയിൽ നിന്ന് ഡയമണ്ട്സ് കൊണ്ടുവന്നിരുന്നു. അന്ന് അവന് വില്ലിക്ക് കൊടുത്ത ഡയമണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വില്ലിക്ക് ഓർമ്മയില്ല. ഓക്കെ, അത് ചോദിക്കുന്ന സമയത്ത് ലിൻഡ പറയുന്നുണ്ട്, ലിൻഡ സേസ് വില്ലി പൗണ്ട് ഇറ്റ് ഫോർ ബിഫ്സ് റേഡിയോ കറസ്പോണ്ടൻസ് കോഴ്സ്. നമ്മുടെ ബിഫിനെ റേഡിയോ കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർത്താൻ വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ പറ്റാതെ വന്ന സമയത്ത് നമ്മൾ ഈ ഡയമണ്ടല്ലേ പണയം വെച്ചത് എന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട്. സൺസ് ആസ്ക് ലിൻഡ ഫോർ ഹൗ ലോങ് വില്ലി ഹാസ് ബീൻ ടോക്കിംഗ് ടു ഹിംസെൽഫ്. ഇപ്പോൾ നേരത്തെ തന്നെ ബെന്നിനോട് സംസാരിക്കുന്നുണ്ടല്ലോ വില്ലി ലോമൻ. ഓക്കെ, ഒരുതരം ഹാലൂസിനേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ മക്കൾ ചോദിക്കുകയാണ് അമ്മയോട്, എത്രയായി അച്ഛനിങ്ങനെ സ്വന്തം സംസാരിക്കാൻ തുടങ്ങിയിട്ട്? ഓക്കെ, കാരണം മക്കൾ പലപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. ലിൻഡ സേസ്
years. ഇതിപ്പോൾ വർഷങ്ങളായിട്ടുണ്ട്. She says she would have told Biff if she had his address. ഓക്കെ, ബിഫ് എവിടെയാണെന്നൊരു അഡ്രസ്സെങ്കിലും എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഈ കാര്യമൊക്കെ നേരത്തെ അറിയിക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബിഫ് ശരിക്കും ഒരു അമ്മയോടോ അച്ഛനോടോ ഒരു കോണ്ടാക്റ്റ് പോലും കൃത്യമായിട്ട് കീപ്പ് ചെയ്യാതെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരാളായിരുന്നു ആര്? ബിഫ് ലോമൻ. At that time Biff says that he is trying to change. Asks Linda to dye her hair. അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് വയസ്സായിട്ട് കാണപ്പെടുന്നുണ്ട്, മുടിക്കൊന്ന് ഡൈ ചെയ്തിട്ടൊന്ന് ഒരു സ്മാർട്ടായിക്കോളൂ എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട് അമ്മയോട്. ലിൻഡ സെയ്സ് ഇഫ് ബിഫ് ഡസൻറ്റ് കെയർ ഫോർ ഹിസ് ഫാദർ ഹി കാൺട്ട് കെയർ ഫോർ ബിഫ് ഐദർ. കാരണം മക്കളും അച്ഛനോട് വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ശ്രദ്ധ കാണിക്കാൻ എനിക്കും പറ്റൂല എന്ന രീതിയിൽ അമ്മ പറയുന്നുണ്ട് മക്കളോട്. ലിൻഡ ടോക്സ് അബൌട്ട് വില്ലീസ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അങ്ങനെ പല രീതിയിൽ വില്ലി ലോമൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പല അറ്റംപ്റ്റുകൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത്? ട്രൈങ് ടു ഡ്രൈവ് ഹിസ് കാർ ഓഫ് ബ്രിഡ്ജ്. പാലത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യുക? പാലത്തിൽ നിന്നും വണ്ടി ഇടിച്ച് താഴേക്ക് ആക്സിഡൻറ്റ് മനഃപൂർവ്വം നടത്താൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തത് ഹുക്കിംഗ് എ ട്യൂബ് ടു ദ ഗ്യാസ് ഹീറ്റർ. ഗ്യാസ് ഹീറ്ററിലേക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഗ്യാസിൻ്റെ എക്സ്പ്ലോഷൻ വെച്ചിട്ട് മരിക്കാൻ ശ്രമിക്കുക. സോ ദീസ് കൈൻഡ്സ് ഓഫ് സൂയിസൈഡ് attempts are done by Willy Loman already. Biff promises he will not fight with his father. അപ്പോൾ ഇത്രയൊക്കെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് സ്വന്തം അച്ഛൻ കടന്നു പോകുന്നതെന്ന് ഇപ്പോഴാണ് മക്കൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ബിഫ് പറയുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യൂല, അച്ഛനോട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകില്ല. Biff tells them about his plan to start a sporting goods business. ബിൽ ഒലിവർ. ഓക്കെ, അതായത് ബിഫ് ആദ്യം ബിൽ ഒലിവറിന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പരിചയം വെച്ചിട്ട് ബിൽ ഒലിവർ എന്ത് ചെയ്തോളാം, ഒരു പക്ഷേ ഇപ്പോൾ ബിഫിന് ലോൺ കൊടുക്കുമായിരിക്കും. $10,000 ആണ് അവന് ലോണായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ബിൽ ഒലിവറിൻ്റെ അടുത്ത് പോയിട്ട് ആ ലോണ് റിക്വസ്റ്റ് ചെയ്യും. ആ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വെച്ചിട്ടൊരു സ്പോർട്ടിംഗ് ഗുഡ്സിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ബിഫ് പ്ലാൻ ചെയ്യുന്നത്. സ്പോർട്ടിംഗ് ഗുഡ്സ് ബിസിനസ്, ആൻ അറ്റംപ്റ്റ് ടു റീലിവ് ദിയർ യൂത്ത് കോട്ട് ഇൻ അഡോളസൻസ്. അങ്ങനെ ഇപ്പോഴും 34 ഒക്കെ വയസ്സായിട്ടും ബിഫ് ചെയ്യുന്നത് എന്താണ്? ഒരു സ്പോർട്ടിംഗ് ഗുഡ്സിൻ്റെ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊരു സ്പോർട്സ് സ്റ്റാർ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു സെൽഫ് തന്നെയാണ് ഇപ്പോഴും അവൻ്റെ ഉള്ളിലുള്ളത്. അതാ പറഞ്ഞത്, ഇപ്പോഴും മെച്യൂർഡ് അല്ല. ഓക്കെ, നോട്ട് മെച്യൂർഡ് ഇനഫ്. സോ ആ പഴയ പാസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു സ്പോർട്സും ഗെയിംസും അതിനെ തന്നെ വീണ്ടും റീലീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ബിഫ് ലോമൻ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് എ സ്പോർട്ടിംഗ് ഗുഡ്സ് ബിസിനസ്. ഓക്കെ, അതുകൊണ്ടാണെന്ന് പറയുന്നത് വില്ലി ലോമൻ മാത്രമല്ല മക്കളും തന്നെ ആ പാസ്റ്റിൽ ഇങ്ങനെ ജീവിച്ച് പോരുന്ന ആൾക്കാരാണ്, പ്രസൻറ്റ് റിയലൈസ് ചെയ്യുന്നില്ല. Willie claims that if Biff had stayed with Bill Oliver, he would be on top now. നിനക്ക് അന്നേ ബിഫ് ഒലിവറിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ മതിയായിരുന്നു, അന്ന് റിസൈൻ ചെയ്ത് പോകേണ്ടില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ നീ കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ യു വുഡ് ഹാവ് റീച്ച്ഡ് ദ ടോപ്പ് എന്നാണ് അച്ഛൻ പറയുന്നത് ബിഫിനോട്. ബിഫ് പ്ലേസസ് ഹിസ് ആസ്പിറേഷൻസ് ഓൺ ബിൽ ഒലിവർ ആസ് ഹിസ് ഫാദർ ഡിഡ് ഓൺ ഫ്രാങ്ക് വാഗ്നർ. ഓക്കെ, അതായത് ബിഫ് ബിൽ ഒലിവറിൻ്റെ മേലാണ് എല്ലാ പ്രതീക്ഷകൾക്കും ഒരു അത്താണി പോലെ കാണുന്ന ബിൽ ഒലിവറിനെയാണ്. ഓക്കെ, ആരെപ്പോലെ? ബിഫിൻ്റെ അച്ഛനായിട്ടുള്ള വില്ലി എല്ലാത്തിനും ഒരു അത്താണിയായിട്ട് കണ്ടത് ഫ്രാങ്ക് വാഗ്നറിനെ ആയിരുന്നു. ഓക്കെ, ഫ്രാങ്ക് വാഗ്നർ എനിക്ക് ജോലി തരും, എന്നെ സ്ഥിരപ്പെടുത്തും എന്നൊക്കെ രീതിയിലായിരുന്നു ഒരു പ്രതീക്ഷിച്ച് ജീവിച്ച ഒരാളായിരുന്നു ആര്? വില്ലി ലോമൻ. അതേപോലെ തന്നെ ഇപ്പോഴും ബിഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആരുടെ അടുത്തു നിന്നാണ്? ബിൽ ഒലിവറിൻ്റെ അടുത്തു നിന്നാണ് എല്ലാ തരത്തിലുള്ള കാരുണ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ബോത്ത് ഫെയിൽ ടു റിയലൈസ് ദെയർ ഓൺ എബിലിറ്റി. സ്വന്തം കഴിവ് എത്രമാത്രം ഉണ്ട്, അതിനെങ്ങനെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാം, അതിനെ അച്ഛനും തിരിച്ചറിയുന്നില്ല, ബിഫ് എന്ന മകനും തിരിച്ചറിയുന്നില്ല. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് Act 1 of the play Death of a Salesman.